മനസ്സിലായോ? നിങ്ങളുടെ വിരട്ടലും വിളച്ചിലൊക്കെ ഇനി കൈ വെച്ചിരുന്നാ മതി. ആനന്ദ നിലയത്തിൽ അഖിൽ വർമ്മയുടെ ഭാര്യ ശ്യാമയി പറയുന്നേ, ഓർമ്മിച്ചോ? ഇവളെ കൊണ്ട് പാടിപ്പിക്കാനുള്ള വഴി ഈ അരുന്ധതിക്കറിയാം. അവളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വന്നെൻ്റെ കാലിൽ വീഴും. കാണിച്ച് തരാടി ഈ അരുന്ധതി ആരാണെന്ന്. വെരി ഗുഡ്. ആ കാര്യം തന്നെ. കൺഗ്രാറ്റുലേഷൻസ്. ആരുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടത്. അതിപ്പോ താൻ കാണിച്ചു. തനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അവരെന്നോട് ഒത്തിരി തട്ടിക്കേറി. ആ, തട്ടിക്കേറുമല്ലോ. സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോ ആർക്കും അവരുടെ കൺട്രോള് പോവുമല്ലോ. യാതൊരു ഉളുപ്പും ഇല്ലാത്ത രണ്ടെണ്ണം. അപൂർവ. ഈ അപൂർവ റബ്ബർ തേ എന്നൊക്കെ പറയുന്ന പോലെ. അന്ന് നമ്മുടെ ഇനാഗ്രേഷന് ഗായകൻ വേണുഗോപാൽ സാർ വന്നപ്പോഴും ഈ വിസ്മയുടെ ഒരു ജാട കാണുമായിരുന്നു. പാടിയത് ശ്യാമേ. വേണുഗോപാൽ സാറിന് സത്യം മനസ്സിലായായിരുന്നു. എന്നോട് സാർ അത് തുറന്നു ചോദിച്ചു. എന്തിനാ അവനവന്റെ കഴിവ് മറ്റുള്ളവർക്കായി ദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ പെൺകുട്ടിക്ക് വേണ്ടി പുറകിൽ നിന്ന് പാടിയത് താനല്ലേ? അല്ല സർ. കള്ളം പറയരുത് കേട്ടോ. പറ, താനല്ലേ പാടിയത്? അതെ. എന്താ അവനവന്റെ സർഗശക്തി മറ്റുള്ളവർക്കായി ദാനം ചെയ്യുന്നത്? പറയേ. അത് സർ, അങ്ങനെയൊക്കെ വേണ്ടി വന്നു. തുറന്നു പറയാൻ പറ്റില്ല. അന്നേ തനിക്ക് എന്നോട് തുറന്നു പറയുമായിരുന്നു. അപ്പോ ആ 10 ലക്ഷം രൂപയുടെ ദുരഭിമാനം അല്ലേ? സർ, അതല്ല. സാറിന് എന്ത് തോന്നുന്നു കരുതിയാ ഞാൻ. എന്ത് തോന്നാനോടോ? തന്നോടുള്ള സ്നേഹം അത് കുറെ കൂടി കൂടും. ഇപ്പോഴും അത് കൂടിയിട്ടേ ഉള്ളൂ. സർഗശക്തി പോലും ദാനം ചെയ്ത തന്റെ ആ വലിയ മനസ്സ്, അതാണ് ദൈവം കാണുന്നത്. തെക്കുംതല ഭാര്യത്തെ വാസുദേവൻ എന്ന അഷ്ടപതി ഗായകന്റെ മകൾ എന്റെ ഭാര്യയാണെന്ന് പറയാൻ എനിക്ക് എന്തൊരു അഭിമാനാണെന്നറിയോ? തന്നെ എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. എനിക്കൊരു ബിസിനസ് ടൂറുണ്ട്, പോയേ പറ്റൂ. ബിസിനസ് ടൂറോ? അതെ. എടോ, ഒരാഴ്ചക്കകത്ത് ഞാൻ തിരികെ വരും. നാളെ രാവിലെ എനിക്ക് പോണം. ശ്യാമേ, തന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നതില് എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഈ കാര്യത്തിന് ഞാൻ പോയാലേ ശരിയാവൂ. എന്താ, സങ്കടമായോ? ഇതുവരെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. അതെ, മുഖം വാടാതോ. കുറച്ചു ദിവസം പരസ്പരം കാണാതിരുന്ന പിന്നെ കാണുമ്പോ സ്നേഹം കൂടുകയുള്ളൂ. തിരികെ വരുന്നത് വരെ കാത്തിരിക്കാം.
സ്നേഹം ഇരട്ടിയായിട്ട് ഞാൻ തനിക്ക് തന്നിരിക്കും. വിഷമിക്കാതോ. എന്നെ വിട്, എന്നാ ചെയ്യല്ലേ? എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ വിട്, അയ്യോ, എന്നെ വിട്. നിങ്ങൾക്ക് ആരാ? എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നെ വിട്. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, വിടാനല്ലേ പറഞ്ഞ. അയ്യോ, എന്നെ ചെയ്യല്ലേ, എനിക്ക് വീട്ടിൽ പോണം. വെള്ളം വെച്ചാലുണ്ടല്ലോ നീ മേടിക്കും, പറഞ്ഞേക്കാം. വേണ്ട വേണ്ട, അടിക്കണ്ട. ഇവൻ ഇനി നിലവിളിക്കില്ല. നിലവിളിച്ചാൽ മാത്രം നീ ഇവനെ തല്ലിയാ മതി. മാഡം, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കണം. ഇവരോടൊന്ന് പറ മാഡം. വാ, ഇവിടെ ഇരിക്കേ. ഇരിക്കടാ. അയ്യോ, മോനെന്ന് വെച്ചാ നിന്റെ ചേച്ചിക്ക് വലിയ പ്രാണനല്ലേ. അതുകൊണ്ട് നിന്നെ വച്ച് ഞാനൊന്ന് വിലപേശാൻ പോവാ. മിണ്ടരുത്. നിന്റെ ചേച്ചിയുടെ അഹങ്കാരം അവളെന്റെ മോൾക്ക് വേണ്ടി പാടില്ലാന്ന്. അവളെ കൊണ്ട് പാടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ പിടിച്ചോണ്ട് പോയിന്ന് നിന്റെ ചേച്ചി അറിയുമ്പോ അവൾ ഓടിപ്പാഞ്ഞ് എന്റെ അടുത്തേക്ക് വരും. അപ്പതേ ഇവരുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കും. അപ്പൊ നീ നിന്റെ ചേച്ചിയോട് പറയണം, ചേച്ചി വിസ്മയ ചേച്ചിക്ക് വേണ്ടി പാടണമെന്ന്. അല്ലെങ്കിലേ ഇവന്മാര് നിന്നെ കൊല്ലുമെന്ന് പറയണം. പറയില്ലേ ഷിബു? എന്താ മേഡം? തല്ലണ്ട, പക്ഷേ പച്ച വെള്ളം കൊടുത്തേക്കരുത്. മിണ്ടാതിരുന്നോളണം. അല്ലെങ്കിലേ ദേ ഇവന്മാരെ കണ്ടല്ലോ, ഇവന്മാര് നിന്നെ കൊന്നുകളയും. എന്താ അച്ഛൻ തന്നെ ചോദിക്കും. എന്താ വസു, വല്ലാത്തൊരു ടെൻഷൻ? അത് അമ്മയുടെ ഓമനപുത്രൻ ഒരു നീണ്ട യാത്ര പോവല്ലേ, അതുകൊണ്ടാ. ആ അതല്ല ഏട്ടാ, ഏട്ടനോ ഞാനോ അങ്ങ് ചൊവ്വയിലേക്ക് പോവാണെന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്കിതേ ഒരു വിഷമം ഉണ്ടാവില്ല. അച്ഛാതെ നമ്മുടെ അഖി എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതുപോലെ വലിയ ടെൻഷനാ. ഓടാ അവിടുന്ന്. അരുണേ, എനിക്ക് നിങ്ങൾ 3 പേരും ഒരുപോലെ തന്നെയാ. മക്കളെ വേർതിരിച്ചു കാണാൻ അങ്ങനെ ഒരമ്മയ്ക്ക് സാധ്യമല്ല. അമ്മയും പിന്നെ അഖിയോടൊരു പ്രത്യേക താല്പര്യമുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാനത് എല്ലാരോടും പറഞ്ഞിട്ടുള്ളതുവാ. അത് അവനുള്ള ഒരു അസുഖത്തിന്റെ പേരില. ഇപ്പോഴും അവനെ ദൂരയാത്രയ്ക്ക് വിടുമ്പോ എനിക്ക് അത് തന്നെയാ പേടി. എന്റെ കുഞ്ഞു വല്ല ഇരുട്ടിലും ചെന്ന് പെട്ടാലോ എന്നുള്ള പേടി. അതിന് അഖിയുടെ അസുഖം പകുതി മാറിയെന്നല്ലേ?
അന്നാ ഡോക്ടർ കല്യാണ സ്ഥലത്ത് വെച്ച് പറഞ്ഞത്? അതിപ്പോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും അമൃതേ? വസു, നമ്മുടെ അഖിമോന് ഒന്നും സംഭവിക്കില്ല. അവനതിന് പോകുന്നതേ മിനിറ്റ് വെച്ച് കറണ്ട് പോകുന്ന സ്ഥലത്തേക്കൊന്നും അല്ല, വെളിച്ചം ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക്. എന്നാലും ഞാനൊരു അമ്മയല്ലേ ആനന്ദേട്ടാ? അതെനിക്ക് മനസ്സിലാവും. എങ്കിലും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഉം. ഈ അഭിപ്രായം എന്റെ സ്വഭാവത്തിലുണ്ട്. ഏത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായി സംഭവിക്കൂ. ആനന്ദേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പല കാര്യങ്ങളിലും ടെൻഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇവനെന്താ ഇതുവരെ ഇറങ്ങി വരാത്തെ? അവളതിന് വിട്ടിട്ട് വേണ്ടേ? ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ അവനെ അവള് പിടിച്ചു വെച്ചിരിക്കുക. ദേ, ഐശ്വര്യ, അതെ, നിനക്ക് ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടില്ല അല്ലേ? മറ്റുള്ളവർക്ക് നാശം വരണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക്. എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫുണ്ട്, ഒരു വട്ടൻ കവി കൂടി അദ്ദേഹം. ഈയിടെ മൂപ്പര് ഒരു 4 വരി കവിത എഴുതി എന്നെ വായിച്ചു കേൾപ്പിച്ചു. ഇങ്ങനെയായിരുന്നു ആ കവിത: അന്യന്റെ കാലിൽ ഒരു ഉറുമ്പെങ്കിലും കടിച്ചിടുകിൽ ധന്യനായി ഞാൻ ഉറങ്ങിയിടുമേ. അഖി, ലഗേജ് ഞാൻ എടുക്കാം. മോനെ, അച്ഛാ പോയിട്ട് വരാം. പോയിട്ട് വാ. അമ്മേ പോയിട്ട് വരാം. അഖി, സൂക്ഷിക്കണം കേട്ടോ. വിജനമായ വഴിയിലെങ്ങും ഒറ്റയ്ക്ക് പോവരുത്. ഇരുട്ടത്ത് ചെന്ന് പെടുകയും ചെയ്യരുത്. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. ഏട്ടാ, ഓ എടാ, ബിസിനസ് ടൂറാണെങ്കിലും നീ പോയെന്ന് അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മതി. ശരി ഏട്ടാ. എടാ, നീ പോയി തകർക്കടാകി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ജേണി. താങ്ക് യു. എടുത്തി. എന്റെ മോനെ, നീ ഇനി ഒരു കാര്യത്തിലും പേടിക്കണ്ട. ശ്യാമ 24 മണിക്കൂറും നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും. അറിയാടുത്തി. അല്ല, ശ്യാമ എന്താ വരാത്തെ? അവള് കരച്ചില്ല സാർ, അതുകൊണ്ട് താഴേക്ക് വരാത്ത. അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലും ബോംബെക്കും പോകുന്ന കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തില് ദുബായിക്ക് പോകുന്ന കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. അത് തൽക്കാലം അവൾ അറിയണ്ട, വിഷമിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. എന്നാ എല്ലാവരോടും കൂടി പോയിട്ട് വരാം. ശരി, എറണ പെട്ടി എടുത്തോളാം. നടക്കും. ഹാപ്പി ജേണി. ശരി എന്നാ. ഞാൻ എടുക്കണോ? ഞാൻ വയ്ക്കാം. എന്നാലും ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോ ആ അകത്തമ്മ ഇറങ്ങി വന്നില്ല. കണ്ടില്ലേ അവളുടെ അഹങ്കാരം. അക്കി എയർപോർട്ടിൽ വിട്ടിട്ട് നേരെ പോരെ? എല്ലാം ഓക്കെ അല്ലേ എറണ? ഓക്കേടാ. അവരുടെ ഒരു സങ്കടം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞെന്ത് ഇത്ര താമസിക്കുന്നത്? സുഖമില്ലാത്ത കുട്ടിയാണല്ലോ ഭഗവാനെ. കുഞ്ഞിനൊന്നും വരുത്തില്ല എന്റെ ഈശ്വര. വാസുവേട്ടാ,
വാസുവേട്ടാ, എന്താ ദേവകി? സ്കൂളിൽ പോയ അപ്പു ഇതുവരെ തിരിച്ചു വന്നില്ല വാസുവേട്ടാ. അവനെന്താ വരാതെ ഇതുവരെ? സമയം ഇത്രയായല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് പോരുന്ന കൊച്ച, ഇന്നെന്താ ഇത്ര വൈകുന്നത്? ദൈവമേ, ഒരു തരത്തിലൊരു സമാധാനം ഇല്ലല്ലോ. ആ വിഷമിക്കല്ലേ ദേവകി, അവനെങ്ങ് വന്നോളൂ. അവനിന്ന് സ്പെഷ്യൽ ക്ലാസ് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഏയ്, ഇപ്പൊ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടാവാറില്ല. തന്നെയല്ല, വൈകുന്നേരം എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടേ പോകൂ. ആ, എന്താ വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നത്? സ്കൂളിൽ നിന്ന് അപ്പൊ ഇതുവരെയായിട്ടും വന്നില്ല മോനെ. വന്നില്ലേ? അതെന്തു പറ്റി? ഇനി വല്ല കൂട്ടുകാരെ മറ്റോ കാണാൻ പോയതായിരിക്കും. ആ ഈ നേരത്താണോടാ? അതില്ല, നമ്മൾ വിഷമിക്കുമെന്ന് അവനറിയത്തില്ലേ. അവനൊരിക്കലും അങ്ങനെ പോകത്തില്ല. ഈ കുട്ടി പിന്നെ ഇത് എവിടെ പോയിരിക്കുക? അതെ, അവൻ വല്ല കബഡി കളിക്കോ കണ്ണുകുത്തി കളിക്കോ വടംവലിക്കോ ഒക്കെ പോയി കാണും. പിന്നെ ഈ നേരത്തിൽ ഒരു വടംവലി? ഓ, ഇവൾക്ക് സെൻസ് എന്ന് പറയുന്ന ഒന്നും ഇല്ലല്ലോ ദൈവമേ. ആ അല്ലെങ്കിലേ വല്ല ആനയും കണ്ട അതിന്റെ പുറകെ പോയി കാണും. ശ്ശോ, എന്റെ ദൈവമേ. എന്റെ അമ്മയ്ക്ക് ഒരമ്മാവനുണ്ടായിരുന്നു, ശംഭുമാമൻ. എന്ത് മാമൻ? ശംഭുമാമൻ. ഈ ഉത്സവം അടുക്കുമ്പോ അമ്പലത്തിൽ വരുന്ന ആനയുടെ പുറകെ ആയിരിക്കും ഈ ശംഭുമാമൻ. ഉത്സവം കഴിഞ്ഞ് ആന വല്ല പാലക്കാട്ടേക്കോ കണ്ണൂർക്കോ പോവും. മാമനാണെങ്കിലേ ഈ ആനയുടെ പുറകെ പോവും. പിന്നെ കുറെ നാള് കഴിഞ്ഞ് ഭാര്യയും മക്കളെയും കുറിച്ച് ഓർത്താ മൂപ്പര് തിരിച്ചു വരും. ഈ ആനപ്രാന്തന്മാരൊക്കെ അങ്ങനെയാണല്ലോ. എടാ മോനെ, നമ്മൾ സ്കൂള് വരെ ഒന്ന് പോയി തിരക്കിയാലോ? സ്കൂളൊക്കെ എപ്പോഴേ പൂട്ടിക്കാണു വച്ചാ. അച്ഛാ, അപ്പുവിന്റെ ഒരു കൂട്ടുകാരൻ പയ്യന്റെ ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലോട്ട്. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്കൂള് വിട്ട് അപ്പു വീട്ടിലേക്ക് പോയെന്ന് അവന്റെ കൂട്ടുകാരൻ പറയുന്നത്. പിന്നെ ഈ കുട്ടി ഇത് എവിടെ പോയതാ? അവൻ എവിടെ പോവാനാ ദേവകി? അവനിങ്ങ് വന്നോളും, നീ വിഷമിക്കല്ലേ. എന്തായാലും ഞാൻ സ്കൂൾ വരെ ഒന്ന് പോയി തിരക്കിട്ട് വരാച്ചാ. ആ നീ പെട്ടെന്ന് ചെല്ലു മോനെ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്. രാജാക്കന്മാരുടെ കളിയാ ചതുരംഗം. അവർ ആ ഗെയിം തിരഞ്ഞെടുത്തതിനും ഒരു കാരണമുണ്ട്. അനങ്ങിയാൽ അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധമാണല്ലോ. അണക്കര കൊട്ടാരത്തിൽ ജഗന്നാഥനും ഒരു രാജാവാ. ഏത് രാജ്യത്തിന്റെ? ഈ അണ്ടകടാഹത്തിന് മൊത്തം. ഈ മായ എന്റെ പട്ടമഹിഷി. യുദ്ധം ജഗന്നാഥൻ ഒരു ഹരവാ. ജഗന്നാഥനോട് യുദ്ധത്തിന് വരുന്നവരാരാണെങ്കിലും അവരോടൊക്കെ ജയിക്കുക എന്നുള്ളത് ഈ ജഗന്നാഥന്റെ ഒരു വാശിയാ. അപ്പോ ഈ ഞാനാണെങ്കിലോ? ഭാര്യയാണെങ്കിലും എനിക്ക് തോൽപ്പിക്കുമ്പോഴാ ഒരു രസം വരുന്നത്. എന്തു ചെയ്യാം, തോൽപ്പിക്കുക എന്നുള്ളത് എന്റെ ഒരു വികാരമായി പോയി. ആ ദാ നോക്കി, ജഗന്റെ ഭാഷയിൽ പറഞ്ഞ കാളകൂട വിഷം. ഐശ്വര്യായിരിക്കും. ആ ഐശ്വര്യ. അങ്കിൾ, ഒരു സുവർണ അവസരം വന്നിരിക്കുന്നു. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. പറ ഐശ്വര്യ, എന്താ ആ ഗോൾഡൻ ചാൻസ്? അഖിയെ ഒരാഴ്ച സ്ഥലത്തില്ല. അവൻ എവിടേക്കാ കെട്ടിയെടുത്തത്? അവൻ ബിസിനസ് ടൂറിന് പോയിരിക്കുക. ബാംഗ്ലൂർ, മുംബൈ വഴി ദുബായ്ക്ക്. അഖിൽ ഒരാഴ്ച നാട്ടിലില്ലാന്ന്. അത് കൊള്ളാവല്ലോ ഐശ്വര്യ. അതെ, നമ്മുടെ ഏത് പ്ലാനും വളരെ എളുപ്പത്തിൽ നടത്താൻ